നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തിബോട്ട് കോർട്ടുവക്ക് എന്താണ് പറ്റിയത്? മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ രണ്ടാം പാദ മത്സരത്തിൽ അദ്ദേഹത്തെ രണ്ടാം പകുതിയിൽ കോച്ച് അൽവാരോ ആർബിലോവ പിൻവലിച്ചല്ലോ. പകരം ലൂനിനെ കളിക്കളത്തിലേക്ക് വിട്ടു. എന്താണ് സംഭവിച്ചത്? സാധാരണഗതിയിൽ നടക്കാത്തൊരു സബ്സ്റ്റിറ്റ്യൂഷനാണത്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം വളരെ കൃത്യമായിട്ട് നൽകുന്നുണ്ട് അൽവാരോ ആർബിലോവ. അദ്ദേഹം പറയുന്നത് ചെറിയ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു തിബോട്ട് കോർട്ടുവക്ക്. സോ അത് വെച്ചുകൊണ്ട് റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് അടുത്ത മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ്. ഇനി ഞങ്ങൾക്ക് ലലീഗയിലെ മത്സരങ്ങളൊക്കെ ഫൈനൽ പോലെയാണ്. അങ്ങനൊരു മത്സരം വരാനിരിക്കവേ തിബോട്ട് കോർട്ടുവ വെച്ച് റിസ്ക് എടുക്കാൻ ഞാനില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിൻവലിച്ചത് എന്നാണിപ്പോൾ കോച്ച് പറയുന്നത്. ശരിക്കും സ്പാനിഷ് മാധ്യമങ്ങൾ എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യ പകുതിയിലുടനീളം അദ്ദേഹം പരിക്ക് വച്ചിട്ടാണ് കളിച്ചതത്രേ. ട്രെയിനിങ്ങിനിടക്കാണ് തിബോട്ട് കോർട്ടുവക്ക് പരിക്ക് പറ്റിയത്. അദ്ദേഹത്തിന് ആ പരിക്ക് വെച്ച് വേണമെങ്കിൽ കളിക്കാൻ ഇറങ്ങാതിരിക്കാമായിരുന്നു. പക്ഷേ സിറ്റിയെപ്പോലെ ഒരു ടീമാണ് എതിർഭാഗത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം റിസ്ക് എടുക്കാൻ തയ്യാറായി. പക്ഷേ കോച്ച് രണ്ടാം പകുതിയിൽ അദ്ദേഹത്തെ പിൻവലിക്കുകയായിരുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന മത്സരങ്ങളൊക്കെ ലാലീഗയിലും ക്രൂഷ്യലാണ്. സോ കോർട്ടുവയുടെ സാന്നിധ്യം അവർക്ക് അത്യാവശ്യവുമാണ്. കോച്ചിനോട് ഇന്നലെ ചോദിച്ചു, ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ തിബോട്ട് കോർട്ടുവയാണോ എന്ന്. അതിനുള്ള അർബിലോവയുടെ മറുപടി കൂടി കേൾക്കണം. അദ്ദേഹം പറയുന്നു, ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്നല്ല, ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറാണ് തിബോട്ട് കോർട്ടുവ എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.